ഇപ്പം നമ്മുടെ കാലത്ത് ഉണ്ടായ ആ പ്രധാനപ്പെട്ട വൈദികം ഹൈന്ദവം എന്ന പേരിൽ ഡോക്ടർ CN പരമേശ്വരൻ എഴുതിയ ഗ്രന്ഥം ഹിന്ദുമതത്തിലെ തത്വങ്ങളെ ആകമാനം സംഗ്രഹിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് ഡോക്ടർ CN പരമേശ്വരൻ്റെ. ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഹൈന്ദവം എന്നതിനെ വിശദീകരിക്കുന്നതിന് തുടങ്ങുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്: വേദങ്ങളെ അടിസ്ഥാനമായി കാണുന്നതും എന്നുത്ഭവിച്ചു എന്ന് പറയാൻ പറ്റാത്തതും ആരാലും സ്ഥാപിതമല്ലാത്തതും ജാതിയെ ജന്മദത്തവും ദിവ്യവുമായി കാണുന്നതുമായ മതം എന്ന് ഡോക്ടർ CN പരമേശ്വരൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വേദങ്ങളെ പ്രമാണമായിട്ട് കാണുന്നു, എന്നുത്ഭവിച്ചു എന്ന് പറയാൻ പറ്റാത്തതും ആരാലും സ്ഥാപിക്കപ്പെടാത്തതും ജാതിയെ വർണ്ണധർമ്മത്തെ അടിസ്ഥാനമാക്കി നിലക്കൊള്ളുന്നതുമായ ഒന്ന് എന്ന് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഈ സനാതനമെന്ന സങ്കല്പം എങ്ങനെയാണ് ഹിന്ദുമതവുമായി കെട്ടുപിണയുന്നത് എന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അത് സനാതനമായിരിക്കുന്നത് വേദങ്ങളുടെ സ്വയം ശാസിതത്വത്തിലാണ്, ആരാലും സൃഷ്ടിക്കപ്പെടാത്തതാണ്, നിത്യമായി നിലനിൽക്കുന്നതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ സനാതനത്വം വരുന്നത്. അതിൻ്റെ സനാതനത്വം മൂല്യപരമല്ല, അല്ലെങ്കിൽ ഗുരുവൊക്കെ പറയുന്നത് പോലെ നൈതികമായ ഒരു തത്വം എന്ന നിലയിലല്ല, മറിച്ച് വേദപ്രമാണങ്ങളുടെ ശാശ്വതത്വമാണ്. ഈ വേദപ്രമാണങ്ങളാകട്ടെ സംശയരഹിതമായും മനുഷ്യരെ ജാതിബന്ധങ്ങളും വർണ്ണബന്ധങ്ങളുമായി വിഭജിച്ചുകൊണ്ടാണ് നിലനിന്നിട്ടുള്ളത്. ഈ ധർമ്മപാരമ്പര്യത്തിൻ്റെ ഏറ്റവും പ്രഖ്യാതമായ ആവിഷ്കാരങ്ങൾ സനാതനധർമ്മം എന്ന വാക്ക് തന്നെ പ്രത്യക്ഷത്തിൽ വരുന്ന മനുസ്മൃതിയിൽ നമുക്ക് കാണാം, ഭഗവത്ഗീതയിൽ കാണാം. ഇതിലെല്ലാം തന്നെ സനാതനമെന്ന പദം ജാതിബന്ധങ്ങളെയും വർണ്ണധർമ്മ വ്യവസ്ഥയെയും സൂചിപ്പിക്കുന്നതിനായിട്ടാണ് തെളിഞ്ഞു വരുന്നത്. ഇപ്പോൾ വർണ്ണധർമ്മത്തെക്കുറിച്ച്, ജാതിബന്ധങ്ങളെക്കുറിച്ച് അതിനെ മുൻനിർത്തി ഭഗവത്ഗീത എത്രയെങ്കിലും വിശദീകരണം നൽകുന്നുണ്ട്. അർജുനൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്ന സമയത്ത് കൃഷ്ണൻ ആശ്രയിക്കുന്നത് ഈ വർണ്ണധർമ്മ സങ്കല്പത്തെ തന്നെയാണ്. കുലധർമ്മോ സനാതന എന്ന് ഭഗവത്ഗീത നേരിട്ട് പറയുന്നുണ്ട്. ശാശ്വതമായിരിക്കുന്നത് കുലധർമ്മമാണ്, പരധർമ്മോ ഭയാവഹ. അവസാന അധ്യായത്തിലെത്തുമ്പോൾ ഏറ്റവും നന്നായി അനുഷ്ഠിക്കപ്പെട്ട പരധർമ്മത്തെക്കാളും നല്ലത് എത്രയെങ്കിലും മോശമായി അനുഷ്ഠിക്കപ്പെട്ടാലും സ്വധർമ്മം ആചരിക്കുന്നതാണ് എന്ന് ഗീത പറയുന്നത് കാണാം. എന്താണ് സ്വധർമ്മം? എന്താണ് പരധർമ്മം? ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ വൈദിക സാഹിത്യത്തിനകത്ത് വർണ്ണധർമ്മം എന്നത് രണ്ട് നിലയിലുള്ള ധർമ്മസൂചനകളെ ഉൾക്കൊള്ളുന്നു. ഒന്ന് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന വർണ്ണവിഭജനവും ആ വർണ്ണവിഭജനത്തിന് അടിസ്ഥാനമായി സങ്കല്പിക്കപ്പെട്ട ജീവിതക്രമങ്ങളുമാണ്. ബ്രാഹ്മണന് വിജ്ഞാനം, ക്ഷത്രിയന് രാജ്യഭാരം, വൈശ്യന് കച്ചവടം, ശൂദ്രന് ദാസവൃത്തി എന്നിങ്ങനെ സമൂഹത്തെ തട്ടായി തിരിച്ച് ആ തട്ടുകൾക്ക് സവിശേഷമായ മൂല്യവും തൊഴിലും ഉള്ളടക്കവും നൽകുന്ന ജാതിധർമ്മമാണ് വർണ്ണധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ വൈദികമായ ബ്രാഹ്മണികമായ ഒരുള്ളടക്കം. മറ്റൊരുള്ളടക്കം എന്ന് പറയുന്നത് ആശ്രമങ്ങളെ സംബന്ധിച്ചാണ്, ആശ്രമധർമ്മങ്ങളാണ്. അത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ ചതുരാശ്രമങ്ങളിൽ ഓരോ ആശ്രമകാലത്തും ബ്രഹ്മചര്യകാലത്ത് പാലിക്കേണ്ടുന്ന ധർമ്മങ്ങൾ, അതുപോലെ ഗാർഹസ്ഥ്യത്തിലും വാനപ്രസ്ഥത്തിലും സന്യാസത്തിലും പാലിക്കേണ്ട ധർമ്മങ്ങൾ, ഇങ്ങനെയുള്ള ധർമ്മസൂചനകളും ആശയങ്ങളും വരുന്നുണ്ട്. മഹാഭാരതത്തെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിച്ച DN ഝാ, വലിയ ചരിത്ര പണ്ഡിതൻ കൂടിയായ DN ഝാ, സനാതനധർമ്മം എന്ന വാക്ക് മഹാഭാരതത്തിലെത്തുമ്പോൾ 3 തരം അർത്ഥസൂചനകളെ ഉൾക്കൊള്ളുന്നതായിട്ട് പറയുന്നുണ്ട്. അത് ചിലപ്പോഴൊക്കെ സദാചാരം എന്ന സാമാന്യാർത്ഥം വരും. സാധാരണ ധർമ്മം, ദൈനംദിന ജീവിതത്തിൽ ഒരാൾ ആചരിക്കേണ്ടുന്ന ദൈനംദിന ജീവിതക്രമങ്ങൾ എന്ന അർത്ഥത്തിൽ വരും. വർണ്ണധർമ്മം എന്ന ജാതിബന്ധങ്ങളുടെ അർത്ഥത്തിലും വരും. ഇത് മൂന്നും തമ്മിലുള്ള കെട്ടുപിണയൽ മഹാഭാരതത്തിൽ തന്നെ കണ്ടു തുടങ്ങുന്നുണ്ടെന്നും പിൽക്കാലത്ത് സനാതനമെന്ന സങ്കല്പം ഈ പറയുന്ന ജാതിധർമ്മവും വർണ്ണധർമ്മവും മാത്രമായി ഉറയ്ക്കുകയും
ഭഗവത്ഗീത ആ ഉറപ്പിക്കലിൻ്റെ അന്തിമമായ ഒരു ആധാര ഗ്രന്ഥമായി തീരുകയും ചെയ്തു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പൊതുവിൽ ഗീതയുടെ കാലമായി അതിലെ ഭാഷയെയും അതിലെ ആഖ്യാനക്രമങ്ങളെയും അത് സ്വാംശീകരിച്ചിട്ടുള്ള ബൗദ്ധമായ ആശയങ്ങളെയൊക്കെ മുൻനിർത്തി കൊസാംബി മുതലുള്ള ധാരാളം പണ്ഡിതന്മാർ അവർ ഏതാണ്ട് പൊതുവർഷം, ക്രിസ്തുവർഷം എന്ന് നാം പറയുന്ന പൊതുവർഷം 4 നൂറ്റാണ്ടുകളൊക്കെയാണ് ഗീതയുടെ അന്തിമമായ ക്രോഡീകരണ ഘട്ടമായി പറയുന്നത്. അപ്പോഴേക്കും നേരത്തെ പറഞ്ഞ ബുദ്ധമതത്തിൻ്റെ പ്രതാപങ്ങൾ പൊതുവെ ദുർബലാവുകയും ബുദ്ധമതം 1-ാം നൂറ്റാണ്ടിലെ പൊതുവർഷാരംഭത്തിന് മുമ്പ് 1-ാം നൂറ്റാണ്ടിലെ പുഷ്യമിത്ര ശുങ്കൻ്റെ വരവോടെ ബുദ്ധമതത്തിൻ്റെ പ്രാമാണ്യം ദുർബലപ്പെടാൻ തുടങ്ങുകയും ബ്രാഹ്മണമതം, പുനഃസംഘടിപ്പിക്കപ്പെട്ട ബ്രാഹ്മണമതം പൊതുവർഷം 4-5 നൂറ്റാണ്ടുകളിൽ ഗുപ്തകാലത്തോടെ വീണ്ടും ശക്തമാവുകയും ചെയ്യുന്നു. അങ്ങനെ പൊതുവർഷം 4-5 നൂറ്റാണ്ടുകളിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട ബ്രാഹ്മണമതം പിൽക്കാലത്ത് ഹിന്ദുമതം എന്ന പേരിലേക്ക് വരുന്നത് ഈ ബ്രാഹ്മണമതവും അതിൻ്റെ മൂല്യവ്യവസ്ഥയുമാണ്. അങ്ങനെ പുനഃസംഘടിപ്പിക്കപ്പെട്ട ബ്രാഹ്മണമതത്തിൻ്റെ ആശയപരമായൊരു ക്രോഡീകരണമാണ് വാസ്തവത്തിൽ ഭഗവത്ഗീത നടത്തുന്നത്. ആ ഗീതാസങ്കല്പത്തിനകത്ത് കുലധർമ്മം എന്ന് ഖണ്ഡിതമായി, കുലധർമ്മമായിട്ടും വർണ്ണധർമ്മത്തിൻ്റെ മൂല്യങ്ങളായിട്ടും അതനുഷ്ഠിക്കലാണ് ഓരോരുത്തരുടെയും അന്തിമമായ ധാർമ്മിക ബാധ്യത എന്നും അത് പറഞ്ഞുറപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ബൗദ്ധമതം, ബുദ്ധപാരമ്പര്യം മുമ്പോട്ട് വച്ച ബ്രഹ്മവിഹാരങ്ങൾ, മൈത്രിയും കരുണയും മുദിതവും ഉപേക്ഷയും പോലുള്ള ബ്രഹ്മവിഹാര സങ്കല്പത്തിലെ ധർമ്മമല്ല, നാരായണഗുരു മുമ്പോട്ട് വയ്ക്കുന്ന സ്നേഹവും കരുണയും സാഹോദര്യവും ഏകതയും പോലുള്ള ആധുനികമായ മനുഷ്യജീവിതത്തിൻ്റെ ആധാരമാകാൻ കഴിയുന്ന നൈതിക പ്രമാണങ്ങളുമല്ല, മറിച്ച് ജാതിധർമ്മ ബന്ധങ്ങളുടെ ഒരു അടിസ്ഥാന മൂല്യവ്യവസ്ഥയായിട്ടാണ് സനാതനധർമ്മമെന്ന ആശയം വൈദിക സാഹിത്യത്തിൽ വേരുപിടിക്കുന്നത്.